ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കോളിഫ്ലവർ ഫ്രൈയുടെ റെസിപ്പിയാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ബീച്ച് സൈഡിൽ നിന്നൊക്കെ വാങ്ങിക്കൂലേ, പൂരത്തിനൊക്കെ പോകുമ്പോൾ കിട്ടൂലേ, അതേ ഒരു ടേസ്റ്റിൽ അതേ ഒരു ടെക്സ്ചർ തന്നെ കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ കോളിഫ്ലവർ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ട് വേണമെങ്കിൽ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. മസാലപ്പൊടികളൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. അരിപ്പൊടി ഒരിക്കലും കൂടിപ്പോകരുത്. അരിപ്പൊടി കൂടിയാൽ നമുക്കത് മൊത്തത്തിൽ ഹാർഡായിട്ട് പോകും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് തന്നെ പറയാം, സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തതാണ്. നമുക്ക് കുറച്ച് സോഡാപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം. ഒരു 1/4 ടീസ്പൂൺ മതി. 1/4 ടീസ്പൂണിലും കുറച്ചാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അത്രയും മതി, വളരെ കുറച്ച് മതി. പക്ഷേ അത് ചേർക്കൽ നിർബന്ധമാണ് കേട്ടോ. പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള വിനേഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഉടനെ തന്നെ ഫ്രൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരാം. ഒരുപാട് സമയമൊന്നും വരുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കോരാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. ഞാനിത് ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അതായത് വറുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ അത് കുഴഞ്ഞു പോകും. അങ്ങനെ ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്ത് കിട്ടിയ റെസിപ്പിയാണിത്. ഇത് അടിപൊളിയാണ്. ഇപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുള്ളത്. നല്ല അടിപൊളിയായിട്ട് വരാറുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. നല്ല അടിപൊളിയായിട്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ശരിക്കും ചോറിൻ്റെ കൂടെ അല്ല ടേസ്റ്റ്, നമ്മൾ വെറുതെ ഇങ്ങനെ ചായക്കൊക്കെ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ് ഉള്ളത്. എന്തായാലും ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.